ഓക്കെ, പോളിഅറ്റോമിക് മോളിക്യൂൾസ്. എന്താണ് പോളിഅറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പോളിഅറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ പോളിഅറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയാം. പോളി അറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഞാൻ തരാം. ബെറിലിയം ഫ്ലൂറൈഡ്, BeF2. എത്ര ആറ്റങ്ങൾ ചേർന്നാണ് ബെറിലിയം ഫ്ലൂറൈഡ് ഉണ്ടായിട്ടുള്ളത്? ഒരു ബെറിലിയം ആറ്റവും 2 ഫ്ലൂറിൻ ആറ്റവും. അപ്പോൾ മൊത്തം 3 ആറ്റങ്ങളാണ് അല്ലേ? 2ൽ കൂടുതലായി. ഇനി നമുക്കറിയാലോ ബെറിലിയം ഫ്ലൂറൈഡിൽ ഈ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് നമുക്കറിയാലോ. ഓക്കെ, ബെറിലിയം എന്ന് പറയുന്ന ആറ്റം സെന്ററിൽ ഉണ്ടാവും. ഈ അറ്റത്ത് ഒരു ഫ്ലൂറിൻ ഉണ്ടാവും, ഈ അറ്റത്ത് ഒരു ഫ്ലൂറിൻ ഉണ്ടാവും. ഈ 2 ഫ്ലൂറിനുമായിട്ടും ബെറിലിയം സിംഗിൾ കോവാലൻ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, നമ്മളതിന് ആദ്യത്തെ ബോണ്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഫ്ലൂറിനും ബെറിലിയത്തിനും ഇടയിലുള്ള ഫസ്റ്റ് ബോണ്ട്. സ്വാഭാവികമായിട്ടും ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയ ഒരു ആറ്റം ആയതുകൊണ്ടും ബെറിലിയം എന്ന് പറയുന്ന ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയ ഒരു ആറ്റം ആയതുകൊണ്ടും ഈ ബോണ്ട് ഒരു പോളാർ ബോണ്ട് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, കാരണം ഇത് ബെറിലിയമാണ്, ഇത് ഫ്ലൂറിനാണ്, രണ്ട് എലമെന്റ് ആണ്, അവർക്ക് ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ആ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ബെറിലിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്കായിരിക്കോ, ഫ്ലൂറിൽ നിന്ന് ബെറിലിയത്തിലേക്കായിരിക്കോ? ബെറിലിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്കായിരിക്കും. കാരണം ബെറിലിയം ഈസ് ദ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആൻഡ് ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. ഇനി അതേപോലെ നമ്മൾ അടുത്ത ബോണ്ട് എടുക്കാം. ബെറിലിയത്തിനും ഫ്ലൂറിനും ഇടയിൽ ഫോം ചെയ്യുന്ന രണ്ടാമത്തെ ബോണ്ട്, അവിടെയും അതൊരു പോളാർ ബോണ്ടാണ്. കാരണം 2 ആറ്റങ്ങൾക്കും ഇടയിൽ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. ഈ ബോണ്ടിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ആ ഡൈപോൾ മൊമെന്റ് ബെറിലിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്കായിരിക്കും. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ബെറിലിയം ഫ്ലൂറൈഡിലെ 2 ബോണ്ടുകളുടെയും ഡൈപോൾ മൊമെന്റുകളുടെ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കി. ഡൈപോൾ മൊമെന്റുകൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലേ? ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് അങ്ങോട്ടാണ്. പക്ഷെ രണ്ടും ഒരേ ബോണ്ടിനിടയിലല്ലേ? പറഞ്ഞു മനസ്സിലായോ? രണ്ടും ബെറിലിയം ഫ്ലൂറൈഡ് ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. 2 ബോണ്ടുകളുടെയും ഡൈപോൾ മൊമെന്റുകളുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് അല്ലേ? പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതായത് ഏകദേശം ഇതുപോലെ 2 വെക്ടറുകൾ, ഈ ഡയറക്ഷനിൽ ഒരു വെക്ടർ, അതിന് സിമിലർ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡുള്ള വേറൊരു വെക്ടർ. ഈ 2 വെക്ടറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 ആണ് വരിക. ശരിയല്ലേ? ഒരേ മാഗ്നിറ്റ്യൂഡുള്ള 2 വെക്ടറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മളിതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് വെക്ടർ പ്രോപ്പർട്ടീസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അതല്ലേ? ഫിസിക്സിലും മാത്സിലും എല്ലാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മോളിക്യൂളിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? കാരണം ഈ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റും ഈ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റും ക്യാൻസൽ ആയിട്ട് മോളിക്യൂളിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ ബോണ്ടുകൾ പോളാർ ബോണ്ടുകളല്ലേ? അതെ, ബോണ്ടുകൾ പോളാർ ബോണ്ടുകളാണ്. പക്ഷെ മോളിക്യൂള് പോളാർ മോളിക്യൂളാണോ? അല്ല. കാരണം മോളിക്യൂള് പോളാർ മോളിക്യൂൾ ആണെങ്കിൽ അതിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുമായിരുന്നോ? അതില്ലല്ലോ, അത് 0 അല്ലേ? അപ്പൊ ബോണ്ടുകൾ പോളാർ ആയതുകൊണ്ട് മാത്രം ഒരു മോളിക്യൂളിന് പൊളാരിറ്റി കിട്ടണമെന്നില്ല. ബോണ്ടുകൾ പോളാർ ആണെങ്കിലും മോളിക്യൂളിന് പൊളാരിറ്റി ഇല്ലാതെ ആവാം. അതിന് എക്സാമ്പിൾ ആണ് BeF2 എന്ന് പറയുന്ന പോളിഅറ്റോമിക് മോളിക്യൂൾസ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ബെറിലിയം ഫ്ലൂറൈഡിന് മറ്റൊരു പോളിഅറ്റോമിക് മോളിക്യൂളിന്റെ കേസിലേക്ക് പോകുകയാണ്. അടുത്ത മോളിക്യൂള് കാർബൺ ഡയോക്സൈഡ്. ആരാണ്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ ഒക്കെ എല്ലാവർക്കും അറിയാലോ. കാർബൺ, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ടാവും, ഈ എൻഡിൽ ഒരു ഓക്സിജൻ ഉണ്ടാവും. കാർബണും ആദ്യത്തെ ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ടാണ്, കാർബണും രണ്ടാമത്തെ ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിൽ കാർബണും ഫസ്റ്റ് ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് എടുക്കുക. ആ ബോണ്ട് ഒരു പോളാർ ബോണ്ട് ആയിരിക്കും. കാരണം ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവും കാർബൺ ലെസ് ഇലക്ട്രോനെഗറ്റീവുമാണ്. ഇതൊരു പോളാർ ബോണ്ടാണ്. ആ ബോണ്ടിന്റെ പൊളാരിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കാർബണിൽ നിന്ന് ഓക്സിജനിലേക്കായിരിക്കും. ശരിയാണല്ലോ അല്ലേ? കാർബണിൽ നിന്ന് ഓക്സിജനിലേക്കായിരിക്കും. കാരണം കാർബൺ ലെസ് ഇലക്ട്രോനെഗറ്റീവ്, ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. കാർബൺ ഓക്സിജൻ സെക്കൻഡ് ഓക്സിജൻ എടുക്കാം. ഈ ബോണ്ടിന്റെയും പ്രോപ്പർട്ടീസ് എല്ലാം ആദ്യത്തെ ബോണ്ടിന്റെ അതേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതിനും ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും ഇൻ ദിസ് ഡയറക്ഷൻ. ശരിയാണല്ലോ? അപ്പോൾ ഈ മോളിക്യൂളിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം ഈ 2 ഡൈപോൾ മൊമെന്റുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരേ മാഗ്നിറ്റ്യൂഡുള്ള 2 വെക്ടറുകൾക്ക് ഈക്വൽ ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്ത് വരും? 0 ഡൈപോൾ മൊമെന്റ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടാം. കാര്യം മനസ്സിലായേ? മറ്റൊരു പോളിഅറ്റോമിക് മോളിക്യൂള് ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ആരാണ്? BF3. BF3യുടെ സ്ട്രക്ചർ നോക്കാം നമ്മൾ. ബോറോൺ സെന്ററിൽ 3 ഫ്ലൂറിൻ ആറ്റങ്ങൾ. ബോറോൺ ഓരോ ഫ്ലൂറിനുമായിട്ടും സിംഗിൾ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുക.
അറിയാലോ. ഫ്ലൂറിൻ്റെ അറേഞ്ച്മെൻറ്റും ഇങ്ങനെയാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് നമ്മളൊരു തിയറിയുടെ സപ്പോർട്ടോട് കൂടി നമ്മൾ പറയും എന്തുകൊണ്ടാണ് ഓരോ മോളിക്യൂളിനും ഇങ്ങനെ ഒരു ഫിക്സഡ് ഷേപ്പ് വരുന്നത് എന്നുള്ളത് കേട്ടോ. അത് പറയുന്നേ ഉള്ളൂ. നമ്മൾ തൽക്കാലം മനസ്സിലാക്കുക ഇങ്ങനെയാണ്. ഇനി നമ്മളിതിൽ ഓരോ ബോണ്ടും എടുക്കാം. ആദ്യത്തെ ഫ്ലൂറിൻ ബോറോൺ ബോണ്ട് എടുത്താൽ ഇതൊരു പോളാർ ബോണ്ട് ആയിരിക്കും. കാരണം ഫ്ലൂറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലും ബോറോണിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുമാണ്. അപ്പോൾ ആ പോളാർ ബോണ്ട് ആണെങ്കിൽ അതിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ആ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ബോറോണിൽ നിന്ന് ഫ്ലൂറിനിലേക്കായിരിക്കും. ശരിയാണ്. കാരണം ബോറോൺ ലെസ് ഇലക്ട്രോനെഗറ്റീവും ഫ്ലൂറിൻ മോർ ഇലക്ട്രോനെഗറ്റീവുമാണ്. ശരി, രണ്ടാമത്തെ ബോറോൺ ഫ്ലൂറിൻ ബോണ്ട് അതും എന്താണ്? പോളാർ ബോണ്ടാണ്. അപ്പോൾ അതിനും ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ആൻഡ് ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. മൂന്നാമത്തെ ബോറോൺ ഫ്ലൂറിൻ ബോണ്ട് അതും ഒരു പോളാർ ബോണ്ടാണ്. അവിടെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ബോറോൺ ടു ഫ്ലൂറിൻ ആയിരിക്കും. അപ്പോൾ 3 ബോണ്ടുകളുടെയും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി എല്ലാ ബോണ്ടിന്റെയും ഡൈപോൾ മൊമെന്റുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഈ മോളിക്യൂളിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കുക? ഈ 3 വെക്ടറുകൾ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ 3 വെക്ടറുകളെയും ആഡ് ചെയ്യാൻ നമ്മൾ ചെയ്യാം. ഈ 2 വെക്ടറുകളുടെ റിസൾട്ടന്റ് വെക്ടർ എടുക്കും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതിന്റെ തിയറവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഈ 2 വെക്ടറുകളുടെ റിസൾട്ടന്റ് വെക്ടർ എടുക്കുക. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഈ 2 വെക്ടറുകളുടെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. ശരിയല്ലേ? ആണ്. അപ്പൊ എന്നിട്ട് ആ റിസൾട്ടന്റ് വെക്ടറിനെ ഈ വെക്ടറിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഈ വെക്ടർ ഈ ഡയറക്ഷനിൽ കിടക്കുന്ന ഒരു വെക്ടർ പ്ലസ് ഈ 2 വെക്ടറുകളുടെ റിസൾട്ടന്റ് വെക്ടർ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. ശരിയാണല്ലോ? അപ്പോൾ അഗെയിൻ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്ടറുകളാണ്. സോ ദ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഈക്വൽ ടു 0. ക്ലിയർ ആണേ പറഞ്ഞ കാര്യങ്ങൾ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന കേസുകളിൽ റിസൾട്ടന്റ് വെക്ടർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ മോളിക്യൂളിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് കാണേണ്ടി വരും. ഇനി വീണ്ടും ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. ഈ മോളിക്യൂൾ പോളാർ മോളിക്യൂൾ ആണോ? അല്ല. പക്ഷെ ആ മോളിക്യൂളിലുള്ള ബോണ്ടുകൾ പോളാർ ബോണ്ടുകൾ അല്ലേ? ആണ്. 3 ബോണ്ടുകളുണ്ട്. 3 ബോണ്ടുകളും പോളാർ ആണ്. 3 ബോണ്ടുകൾക്കും ഇൻഡിവിജ്വൽ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. പക്ഷെ അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ആ മോളിക്യൂളിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എടുക്കുമ്പോൾ, നെറ്റ് ഡൈപോൾ മൊമെന്റ് എടുക്കുമ്പോൾ അത് 0 ആണ്. സോ ഇവൻ ദോ മോളിക്യൂൾ ഹാസ് പോളാർ ബോണ്ട്സ്, the molecule itself is a non-polar molecule. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോടാ. മറ്റൊരു മോളിക്യൂള് വാട്ടർ, H2O മോളിക്യൂള്. H2O മോളിക്യൂളിന്റെ അവസ്ഥ ഓക്സിജൻ സെന്ററിലും ഈ 2 പൊസിഷനുകളിൽ ഓരോ ഹൈഡ്രജനുമാണ് ഉണ്ടാവുക. അപ്പൊ ഈ ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്യുക. ശരിയാണല്ലോ അല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ ഓരോ ബോണ്ടും എടുത്താൽ ഉറപ്പാണ് ഇതിൽ 2 ബോണ്ടുകളും പോളാർ ബോണ്ടുകളാണ്. 2 ബോണ്ടുകൾക്കും ഇൻഡിവിജ്വൽ ഡൈപോൾ മൊമെന്റുകൾ ഉണ്ടാവും. അതിന്റെ ഡയറക്ഷൻ നോക്ക്. ഈ ബോണ്ട്, ഈ HO ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ടു ഓക്സിജൻ ആയിരിക്കും. കാരണം ഹൈഡ്രജൻ ഇസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഈ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നതും ഹൈഡ്രജൻ ടു ഓക്സിജൻ ആയിരിക്കും. ശരിയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ മോളിക്യൂളിന് ഒരു ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ലേ? അതെങ്ങനെ നമ്മൾ കാണാം? ഈ 2 വെക്ടറുകളും ആഡ് ചെയ്താൽ മതി. ഈ 2 വെക്ടറുകളും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 2 വെക്ടറുകളുടെയും റിസൾട്ടന്റ് വെക്ടർ ആയിരിക്കും അതിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഈ 2 വെക്ടറുകളുടെയും റിസൾട്ടന്റ് വെക്ടർ എത്രയാ? ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? ഈ 2 വെക്ടറുകളുടെയും റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും? അല്ല, അതിനൊരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. ആൻഡ് ദ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഇസ് 1.85 d/. എത്രയാണ്? 1.85 d/. അപ്പോൾ ആദ്യമായി നമ്മളൊരു നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 അല്ലാത്തൊരു മോളിക്യൂളിനെ കണ്ടു. ആരാണ്? H2O. അപ്പോൾ H2Oയിലെ ബോണ്ടുകൾ പോളാർ ആണ്. മാത്രമല്ല H2O എന്ന് പറയുന്ന മോളിക്യൂൾ ആസ് എ ഹോൾ പോളാർ മോളിക്യൂൾ ആണ്. സോ ദ മോളിക്യൂൾ കണ്ടെയ്ൻസ് പോളാർ ബോണ്ട്സ് ആൻഡ് ദ മോളിക്യൂൾ ഇറ്റ്സെൽഫ് ഈസ് എ പോളാർ മോളിക്യൂൾ ബിക്കോസ് ഇറ്റ് ഹാസ് എ നോൺ സീറോ ഡൈപോൾ മൊമെന്റ് ഓഫ് 1.85 d/. ശരി, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇനി നമുക്ക് 2 പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ ഡൈപോൾ മൊമെന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. 2 എന്ന് പറയുമ്പോഴേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അവരുടെ കാര്യം. അതിൽ ഒരാളുടെ മോളിക്യുലർ ഫോർമുല NH3 എന്നാണ്. ആരാത്? നമ്മുടെ അമോണിയയാണ്. രണ്ടാമത്തെ ആളുടെ മോളിക്യുലർ ഫോർമുല എന്ന് പറയുന്നത് NF3 ആണ്. എന്താണ്? NF3. ഓക്കെ, രണ്ടുപേർക്കും ഏകദേശം ഒരേ മോളിക്യുലർ ഫോർമുലയാണ് അല്ലേ? NH3യും NF3യും.
ഈ രണ്ടുപേരുടെയും സ്ട്രക്ചർ ഒരുപോലെയാണ്. നോക്കിക്കോട്ടാ, NH3 എന്ന് പറയുന്നതിൽ നൈട്രജൻ 3 ഹൈഡ്രജൻ ആറ്റങ്ങൾ. ഓക്കെ, 3 ഹൈഡ്രജനുമായിട്ടും നൈട്രജൻ എന്ത് ഫോം ചെയ്യും? സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഈ 3 ബോണ്ടുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാലും നൈട്രജന് മുകളിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, ശരിക്കും നമ്മൾ അടുത്ത ടോപ്പിക്ക് പറയുമ്പോൾ പറയേണ്ട കാര്യമാണ്, എന്നാൽ ഞാനിത് അവിടെ നിങ്ങൾക്ക് വേണ്ടി പറയാം. നമ്മളൊരു സെൻട്രൽ ആറ്റത്തിന് മുകളിലുള്ള ലോൺ പെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളുടെ ഒരു പെയറിനെയാണ് നമ്മൾ ലോൺ പെയർ എന്ന് പറയാം. അതായത് ഒരു ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഷെയർഡ് പെയർ അല്ലെങ്കിൽ ബോണ്ട് പെയർ എന്നും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ നൈട്രജൻ ഒരു ബോണ്ട് പെയർ ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് പെയർ ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് പെയർ ഉണ്ട്. എന്താ ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ? ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഇലക്ട്രോൺ പെയർ. അതേസമയം ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്ത ഇലക്ട്രോൺ പെയറുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ. ഓക്കെ, എന്താ വിളിക്കുക? ലോൺ പെയർ. ഓക്കെ, അപ്പൊ നൈട്രജനെ സംബന്ധിച്ചിടത്തോളം 5 വാലൻസ് ഇലക്ട്രോൺസിൽ 1, 2, 3 3 ബോണ്ട് പെയറുകളായി മാറി 2 ബാക്കി കിടക്കുന്നുണ്ടാവും. ശരിയല്ലേ? ആ 2 ഇലക്ട്രോണുകൾ ഒരു ലോൺ പെയർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. നമ്മളൊരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് മുകളിലുള്ള ലോൺ പെയറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഒരു ബലൂണ് പോലെ വരച്ചു വെക്കുകയാണ് ചെയ്യുക. എന്നാൽ ആ ബലൂണിന് 2 കണ്ണുകൾ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ലോൺ പെയർ 2 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആണ്? ഓക്കെ, ഇതേ സ്ട്രക്ചർ തന്നെയാണ് ആർക്കും? NF3ക്കും. നൈട്രജൻ സെൻട്രൽ ഉണ്ടാവും, ഹൈഡ്രജന് പകരം 3 ഫ്ലൂറിൻ, 1, 2, 3. ആ 3 ഫ്ലൂറിനുമായിട്ടും സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ഈ 3 ബോണ്ട് പെയറുകൾക്ക് പുറമെ നൈട്രജന് മുകളിൽ ഒരു ലോൺ പെയർ ഉണ്ടാവും. അത് നമ്മളൊരു ബലൂണ് പോലെ റെപ്രസെന്റ് ചെയ്യും, ലോൺ പെയർ. ക്ലിയർ അല്ലേ? ആണ്. ഈ 2 മോളിക്യൂൾസിനും ഒരേ സ്ട്രക്ചറാണ്, ഏകദേശം ഒരേ മോളിക്യുലർ ഫോർമുലയാണ്. പക്ഷേ ഈ 2 മോളിക്യൂൾസിന്റെ ഡൈപോൾ മൊമെന്റ് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? നോക്കിക്കോട്ടാ. NH3 എന്ന് പറയുന്നതിന്റെ ഡൈപോൾ മൊമെന്റ് μ ഈസ് ഈക്വൽ ടു 1.49 d/. ആണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേ സ്ട്രക്ചർ ആണല്ലോ NF3 ഉള്ളത്. അപ്പൊ NF3യുടെ ഡൈപോൾ മൊമെന്റും എത്ര തന്നെ ആയിരിക്കണം? 1.49 d/. തന്നെ ആവണം. പക്ഷെ എന്നാലല്ല, എത്രയാണെന്ന് അറിയോ? വെറും 0.25 d/. ഉള്ളൂ. അപ്പൊ എവിടെയാണ് പ്രശ്നം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് NF3ക്ക് ടോട്ടൽ ഡൈപോൾ മൊമെന്റ് കുറഞ്ഞു പോയി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഓരോ ബോണ്ടും എടുത്തിട്ട് പരിശോധിക്കണം. നോക്കിക്കോടാ, നമ്മൾ NH3യിലെ അമോണിയയിലെ ആദ്യത്തെ ബോണ്ട് എടുക്കുക. ആദ്യത്തെ ബോണ്ട് ഹൈഡ്രജനും നൈട്രജനും ഇടയിലാണ്. അതൊരു പോളാർ ബോണ്ടാണ്. അവിടെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്കായിരിക്കും. ശരി, രണ്ടാമത്തെ ബോണ്ടും പോളാർ ബോണ്ടാണ്. അവിടെയും ഡയറക്ഷൻ വിൽ ബി ഫ്രം ഹൈഡ്രജൻ ടു നൈട്രജൻ. ആൻഡ് ദ തേർഡ് ബോണ്ട് ഈസ് ആൾസോ പോളാർ. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നതും ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്കായിരിക്കും. ശരി, ഇനി ഇവിടെ ഈ 3 വെക്ടറുകളുടെയും ഈ 3 ഡൈപോൾ മൊമെന്റ് വെക്ടറുകളുടെയും റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഇവിടെ നിന്നും മുകളിലേക്കായിരിക്കും. ശരിയല്ലേ? അപ്പൊ ഈ 3 വെക്ടറുകളുടെയും റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും ഡയറക്ഷൻ വരിക. ഇങ്ങനെയായിരിക്കും ഡയറക്ഷൻ വരിക. ഇത് റിസൾട്ടന്റ് വെക്ടർ ആണ്. ഈ 3 വെക്ടറുകളുടെ റിസൾട്ടന്റ് വെക്ടർ ആണ്. സോ ഇറ്റ് ഹാസ് എ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ഓഫ് 1.49 d/. ശരി, ഇനി നമ്മൾ NF3യിലേക്ക് വരിക. NF3യിൽ ആദ്യത്തെ ബോണ്ട് എടുക്കുക. നൈട്രജനും ഫ്ലൂറിനും ഇടയിലുള്ള ആദ്യത്തെ ബോണ്ട്. വിച്ച് ആറ്റം ഇസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് വിച്ച് ആറ്റം ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്? Nitrogen is less electronegative and fluorine is more electronegative. കാരണം ഫ്ലൂറിൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ്. നൈട്രജൻ എന്ന് പറയുന്നത് തേർഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നൈട്രജൻ ലെസ് ഇലക്ട്രോനെഗറ്റീവും ഫ്ലൂറിൻ മോർ ഇലക്ട്രോനെഗറ്റീവും ആയതുകൊണ്ട് ഈ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം നൈട്രജൻ ടുവാർഡ്സ് ഫ്ലൂറിൻ ആയിരിക്കും. അതുപോലെ തന്നെയാണ് അടുത്ത ബോണ്ടിലും നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്കായിരിക്കും ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. ഇവിടെയും അതെ, നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്കാണ് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. ശരിയല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എങ്ങനെ കാണാം? നെറ്റ് ഡൈപോൾ മൊമെന്റ് എങ്ങനെ കാണാം? നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ 3 ബോണ്ടുകളുടെയും ഈ 3 ഡൈപോൾ മൊമെന്റ് വെക്ടറുകളുടെയും റിസൾട്ടന്റ് എടുക്കാം. ഈ 3 ഡൈപോൾ മൊമെന്റ് വെക്ടറുകളുടെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഏത് ഡയറക്ഷനിലായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ശരിയല്ലേ? ആണ്. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇത്തരം കേസുകളിൽ നമ്മൾ
ഈ ലോൺ പെയറിനെ കൂടി കൺസിഡർ ചെയ്യാം. എന്തിനാ ലോൺ പെയറിനെ കൺസിഡർ ചെയ്യുന്നത്? ബോണ്ടുകൾക്ക് മാത്രമല്ല, ബോണ്ട് പെയറുകൾക്ക് മാത്രമല്ല, ലോൺ പെയറുകൾക്കും ഒരു ചെറിയ ഡൈപോൾ മൊമെന്റ് കാണിക്കാൻ കഴിയും. അപ്പൊ ഈ ഇരിക്കുന്ന ബോണ്ട് പെയറിന് ഇതാ ഈ ഒരു ഡയറക്ഷനിൽ നോക്കിക്കോടാ, ഞാനത് കുറച്ച് ഡാർക്കായിട്ട് കാണിക്കാം. ഇതൊരു ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് ആണ്. ലോൺ പെയർ ആയിട്ടുള്ള ഈ ഒരു ലോൺ പെയർ ഈ ഒരു ഡയറക്ഷനിൽ ഡൈപോൾ മൊമെന്റ് കാണിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഈ 3 ബോണ്ട് പെയറുകളുടെ ഡൈപോൾ മൊമെന്റുകളുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഡയറക്ഷനിലാണ്. അതേസമയം ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇത് ഇവിടുത്തെ ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താ സംഭവിക്കുക? ഈ ഡൈപോൾ മൊമെന്റ് വെക്ടറും ഈ ഡൈപോൾ മൊമെന്റ് വെക്ടറും ക്യാൻസൽ ആവും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോവോ? ഇല്ല. കാരണം ഇതെന്ന് പറയുന്നത് ബോണ്ട് പെയറുകളുടെ ഡൈപോൾ മൊമെന്റ് ആണ്, ഇതെന്ന് പറയുന്നത് ലോൺ പെയറിന്റെ. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? കാരണം ബോണ്ട് പെയറുകൾക്കാണ് ലോൺ പെയറുകൾക്കാൾ കൂടുതൽ ഡൈപോൾ മൊമെന്റ് കാണിക്കാൻ കഴിയുക. അപ്പൊ ഈ വെക്ടർ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് കൂടുതൽ, ഈ വെക്ടർ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. പക്ഷെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ കുറച്ച് ഭാഗം ക്യാൻസൽ ആയിട്ട് പോവുകയും ആ ക്യാൻസൽ ആയതിനു ശേഷമുള്ളതാണ് എന്ത് 0.25 dB എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് അമോണിയയ്ക്കും NH3ക്കും NF3ക്കും ഒരേ ഷേപ്പ് ആണെങ്കിലും എന്തുകൊണ്ടാണ് NH3ക്ക് നെറ്റ് ഡൈപോൾ മൊമെന്റ് കൂടുതലും എന്തുകൊണ്ടാണ് NF3ക്ക് നെറ്റ് ഡൈപോൾ മൊമെന്റ് കുറവായതെന്ന് മനസ്സിലായോ? സംഭവത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, സാർ എന്തുകൊണ്ടാണ് ഇവിടെ ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് കൺസിഡർ ചെയ്യാതിരുന്നത്? ഇവിടെ നമ്മൾ ലോൺ പെയർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ ഈ 3 ബോണ്ട് പെയറുകളുടെ ഡൈപോൾ മൊമെന്റ് ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ പിന്നെ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് പറയാതിരുന്നത്. അതേസമയം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുന്നത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അതിന്റെ കുറച്ച് ഭാഗം ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് ഇവിടെ കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വാല്യൂ നമുക്ക് അവിടെ കിട്ടിയത് 0.25. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണത്. ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഈ 2 മോളിക്യൂൾസിനും ഒരേ ഷേപ്പ് ആയിട്ടും എന്തുകൊണ്ടാണ് രണ്ടിന്റെയും ഡൈപോൾ മൊമെന്റ് ഡിഫറെന്റ് ആയത്, നെറ്റ് ഡൈപോൾ മൊമെന്റ് ഡിഫറെന്റ് ആയത്? അപ്പോൾ ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം നിങ്ങളോട്. ഈ 2 മോളിക്യൂളുകളും പോളാർ ആണോ? ആണ്. കാരണം 2 മോളിക്യൂൾസിനും ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ബോണ്ടുകളും പോളാർ ആണ്, മോളിക്യൂൾ ആസ് എ ഹോൾ പോളാർ ആണ്. ഓക്കെ, അപ്പോൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ബോണ്ട് പാരാമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ എത്ര ബോണ്ട് പാരാമീറ്റർ പറഞ്ഞു? 6 പറഞ്ഞു. ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് എൻതാൽപ്പി, ബോണ്ട് ഓർഡർ, റെസൊണൻസ് ആൻഡ് ഡൈപോൾ മൊമെന്റ്. ഇപ്പോൾ നമ്മൾ അയണിക് ബോണ്ട് എന്താണ്, കോവാലന്റ് ബോണ്ട് എന്താണ്, കോർഡിനേറ്റ് ബോണ്ട് എന്താണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഓക്കെ, അതിൽ കോവാലന്റ് ബോണ്ടിനെ കുറിച്ച് കുറച്ച് കൂടുതലധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും ഏറ്റവും അധികം കോമ്പൗണ്ടുകൾ നമ്മൾ കാണുന്നതുമായിട്ടുള്ളത് കോവാലന്റ് ബോണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ കോവാലന്റ് ബോണ്ടിന് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അയണിക് ബോണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അയണിക് ബോണ്ടും 100% അയണിക് ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഏതൊരു അയണിക് ബോണ്ടിനും ഒരു പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കോവാലന്റ് ബോണ്ട് 100% പ്യുവർ കോവാലന്റ് ബോണ്ടാണ് എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഏതൊരു കോവാലന്റ് ബോണ്ടിനും ഒരു പാർഷ്യൽ അയണിക് ക്യാരക്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് അയണിക് ബോണ്ടുകളുടെ പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടറിനെ കുറിച്ചാണ്. എങ്ങനെയാണ് അയണിക് ബോണ്ടിന് ഒരു കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവുന്നത് എന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു അയണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ എന്താ അത്ര മനസ്സിലാക്കാനുള്ള, ആൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ? കാരണം ഒരു അയണിക് ബോണ്ട് എന്ന് പറയുന്നത് ഒരു കാറ്റിയോണും ആനിയോണും ഫോം ചെയ്ത് അതിനിടയിലാണ് ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യുക. കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ കാറ്റിയോണും ആനിയോണും ഫോം ചെയ്യുന്നില്ല. പകരം പങ്കെടുക്കുന്ന 2 ആറ്റങ്ങളും ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ മ്യൂച്വൽ ഷെയറിംഗ് നടത്തിയിട്ടാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുക. ഇത്രയല്ലേ മനസ്സിലാക്കാനുള്ളൂ? ആണ്. പക്ഷേ ഇത് തന്നെ നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് മനസ്സിലാക്കണം. കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചോടാ. ഒരു അയണിക് ബോണ്ട് നമ്മൾ എടുക്കുമ്പോൾ, നമ്മളൊരു അയണിക് ബോണ്ട് എടുക്കുമ്പോൾ സപ്പോസ് AB എന്ന് പറയുന്ന 2 ആറ്റങ്ങൾക്കിടയിൽ ഒരു അയണിക് ബോണ്ട് ഉണ്ട്. അപ്പോൾ A എന്ന് പറയുന്നത് A+ അയോൺ ആയിട്ടും B എന്ന് പറയുന്നത് B- അയോണുമായിട്ടുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താ? കാറ്റയോൺ എന്ന് പറയുന്നത് ചെറുതും ആനിയോൺ എന്ന് പറയുന്നത് വലുതുമായിരിക്കും എന്നാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അല്ലേ? അങ്ങനെ തന്നെയാണ് താനും. അപ്പോൾ കാറ്റയോൺ, ഇത് കാറ്റയോൺ ആണ്, ഇത് ആനിയോൺ ആണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ഈ ആനിയോണിന് നെഗറ്റീവ് ചാർജ് വരാനുള്ള കാരണം എന്നുള്ളത്?
എന്താണ് ഈ കാറ്റയോണിന് പോസിറ്റീവ് ചാർജ് വരാനുള്ള കാരണം എന്നുള്ളത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ആനിയോണിന്റെ നെഗറ്റീവ് ചാർജിന്റെ കാരണം എന്താ? അതിൽ ഇലക്ട്രോൺസ് കൂടുതലുള്ളത് കൊണ്ടാണ്. ശരിയല്ലേ? ഈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നമുക്കിതിനെ ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ, ആനിയോണിന് നെഗറ്റീവ് ചാർജ് കാണിക്കാനുള്ള കാരണം ആനിയോണിൽ ഇലക്ട്രോൺ ക്ലൗഡ് കൂടുതലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉള്ളത് കൊണ്ടാണ്. കാറ്റയോണിൽ അത് കാണിക്കാത്തത് കാറ്റയോണിൽ അങ്ങനെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ ആനിയോണിലാണ്, ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവ് കാറ്റയോണിലാണ്. അതുകൊണ്ടാണ് ആനിയോണിന് ഒരു നെഗറ്റീവ് ചാർജും കാറ്റയോണിന് ഒരു പോസിറ്റീവ് ചാർജും ഉള്ളത്. അപ്പോൾ ആനിയോണിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലും കാറ്റയോണിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവുമാകുമ്പോഴാണ് ബോണ്ട് എന്തായിട്ട് മാറുക മക്കളെ? അയണിക് ബോണ്ടായിട്ട് മാറാം. ശരി, ഇനി ഇതേ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരു കോവാലൻ ബോണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചോടാ, കോവാലൻ ബോണ്ട്. ഓക്കെ, ഒരു കോവാലൻ ബോണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ആറ്റത്തിനും ബി എന്ന് പറയുന്ന ആറ്റത്തിനും ഇടയിൽ ഒരു കോവാലൻ ബോണ്ട് ഫോം ചെയ്യാം. എക്കും ബിക്കും ഇടയിൽ കോവാലൻ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എങ്ങനെ എന്താ ഉണ്ടാവുക? എ എന്ന് പറയുന്ന ആറ്റം, ഓക്കെ, ബി എന്ന് പറയുന്ന ആറ്റം, ഈ രണ്ട് ആറ്റത്തിനിടയ്ക്കും ഇലക്ട്രോൺ ക്ലൗഡ് എവിടെയായിരിക്കും? ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയായിരിക്കും? മിഡിലായിരിക്കും. ശരിയല്ലേ? ഇവിടെയാണ് അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. കാരണം അവിടെയാണല്ലോ ഷെയ്ഡ് പെയറിനെ പ്ലേസ് ചെയ്യുന്നത്. രണ്ട് ആറ്റങ്ങൾക്ക് ഇടയിലല്ലേ, അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആറ്റത്തിലാണോ നമ്മൾ ഷെയ്ഡ് പെയറിനെ വെക്കുക? അല്ല, ഈ രണ്ട് ആറ്റങ്ങൾക്കും പങ്കെടുക്കുന്ന രണ്ട് ആറ്റങ്ങൾക്കും ഇടയിലാണ്. അപ്പോൾ ഒരു കോവാലൻ ബോണ്ടിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് ആറ്റങ്ങളുടെയും നടുവിലാണ്, അതായത് പങ്കെടുക്കുന്ന രണ്ട് ആറ്റങ്ങളുടെയും ന്യൂക്ലിയസുകൾക്ക് ഇടയിലാണ്. അതേസമയം അയണിക് ബോണ്ടിൽ ഇലക്ട്രോൺ ക്ലൗഡ് ഇരിക്കുന്നത് ആനിയോണിലാണ്, കാറ്റയോണിലല്ല. ഇതാണ് അയണിക് ബോണ്ടും കോവാലൻ ബോണ്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ മുന്നേ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്, അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ അയണിക് ബോണ്ടിനെ കോവാലൻ ബോണ്ടാക്കി മാറ്റാൻ അല്ലെങ്കിൽ കോവാലൻ ക്യാരക്ടർ വരാൻ എപ്പോഴെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു കാറ്റയോണാണ്, പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണാണ്. ഇതൊരു ആനിയോണാണ്. അതിന് ആ നെഗറ്റീവ് ചാർജ് വരുന്നത് അതിൽ ഇലക്ട്രോൺ ക്ലൗഡ് ഉള്ളത് കൊണ്ടാണ്, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ്. ഈ പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണിന് ഈ ആനിയോണിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡിനെ അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ? ഉണ്ടാവും. കാരണം ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ ഇലക്ട്രോൺ ക്ലൗഡ് ഇരിക്കുന്നുണ്ട്, അതിന് നെഗറ്റീവ് ചാർജ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഈ കാറ്റയോണിന് ആനിയോണിലിരിക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡിനെ അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ കാറ്റയോൺ എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ കാറ്റയോൺ ഇരിക്കുന്നുണ്ട്, പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആനിയോണിനെ ഞാൻ അതിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇരുന്നിരുന്ന ആനിയോണിന്റെ സെന്ററിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി കാറ്റയോണിന്റെ അട്രാക്ഷൻ മൂലം ഇങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ആ ഷേപ്പ് ഒന്ന് മാറ്റി വരച്ചത്. വ്യത്യാസം മനസ്സിലായത് നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി കാറ്റയോൺ അട്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇപ്പോൾ എവിടെയാണ്? ഈ രണ്ട് ആറ്റങ്ങളുടെയും ഏകദേശം മിഡിലിൽ ഇരിക്കുന്ന പോലെയാണ്. കാര്യം മനസ്സിലായത് നിങ്ങൾക്ക്? അതായത് ഒരു കോവാലൻ ബോണ്ടിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ എവിടെയാണോ ഇലക്ട്രോൺ ഡെൻസിറ്റി കാണേണ്ടത് അവിടെയാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇവിടെ അയണിക് ബോണ്ടിന് ഒരു കോവാലൻ ക്യാരക്ടർ വന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? ശരിയാണ്. കാരണം അയണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ, പ്യുവർ അയണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ കാറ്റയോണിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവും ആനിയോണിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കണം. പക്ഷേ ഇവിടെ കാറ്റയോണിന്റെ പോസിറ്റീവ് ചാർജ് കൊണ്ട് ആനിയോണിലെ ഇലക്ട്രോൺ ക്ലൗഡിനെ അത് അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്യും. ഈ ഇലക്ട്രോൺ ക്ലൗഡ് രണ്ടാറ്റങ്ങൾക്കും ഇടയിലിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇവിടെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അയണിക് ബോണ്ടിന് പാർഷ്യൽ കോവാലൻ ക്യാരക്ടർ ഉണ്ടാവുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കോവാലൻ ബോണ്ടിൽ എങ്ങനെയാണോ ഇലക്ട്രോൺ ക്ലൗഡ് ഇരിക്കേണ്ടത് അതുപോലെയാണ് ഇപ്പോൾ ഇതിൽ ഇരിക്കുന്നത്. സോ ദിസ് അയണിക് ബോണ്ട് ഹാസ് എ പാർഷ്യൽ കോവാലൻ ക്യാരക്ടർ. പറഞ്ഞ ക്ലിയർ ആണ്? ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഇത്തരത്തിൽ ഈ പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺ ഈ നെഗറ്റീവ് ചാർജുള്ള ആനിയോണിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ അതിൽ നിന്നും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയാന്നറിയോ? ആനിയോണിന് അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡിന് ഡിസ്റ്റോർഷൻ സംഭവിച്ചു എന്നാണ് പറയാ. എന്താ പറയാ? ആനിയോണിന് അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡിന് ഡിസ്റ്റോർഷൻ സംഭവിച്ചു. ഡിസ്റ്റോർഷൻ. ഇലക്ട്രോൺ ക്ലൗഡിന് എന്താ സംഭവിച്ചത്? ഡിസ്റ്റോർഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ശ്രദ്ധിച്ചോടാ, ഈ ഇലക്ട്രോൺ ക്ലൗഡിനെ ആനിയോണിൽ നിന്ന് കാറ്റയോണിനടുത്തേക്ക് വലിച്ചടിപ്പിക്കാനുള്ള കാറ്റയോണിന്റെ ടെൻഡൻസി ഉണ്ടല്ലോ, ഈ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, കാറ്റയോണിന്റെ ഈ കഴിവിനെ വിളിക്കുന്ന പേരാണ് പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ. എന്താ വിളിക്കുക? പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ.
പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ. അപ്പൊ കാറ്റയോണിന് എന്താണ് ഉണ്ടാവേണ്ടത്? പോളറൈസിങ് പവർ ഉണ്ടാവണം. എന്താണ് കാറ്റയോണിന്റെ പോളറൈസിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിയോണിന്റെ സെന്ററിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡിനെ ആനിയോണിൽ നിന്ന് അകലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ കാറ്റയോണിന് അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കാറ്റയോണിന്റെ ടെൻഡൻസിയാണ് നമ്മൾ ഇത് വിളിക്കുക, കഴിവിനെയാണ് നമ്മൾ ഇത് വിളിക്കുക പോളറൈസിങ് പവർ എന്ന് പറയാം. സോ പോളറൈസിങ് പവർ can be defined as the ability of cation to cause a distortion in the electron cloud of anion. ആനിയോണിന്റെ ഇലക്ട്രോൺ ക്ലൗഡിൽ ഒരു ഡിസ്റ്റോർഷൻ സംഭവിപ്പിക്കാനുള്ള കാറ്റയോണിന്റെ കഴിവിനെയാണ് നമ്മൾ പോളറൈസിബിലിറ്റി എന്ന് പറയാം. The ability of cation to cause a distortion in the electron cloud of anion is called as polarizing power. അപ്പോൾ ഈ പോളറൈസിംഗ് പവറുള്ള കാറ്റയോണിന് അടുത്തിരിക്കുന്ന ആനിയോണിന് എന്താ സംഭവിച്ചേ? ആനിയോണിലെ ഇലക്ട്രോൺ ക്ലൗഡ് കാറ്റയോണിന് നേരെ മൂവ് ചെയ്തു, ശരിയല്ലേ? അവിടെ ആനിയോണിന് സംഭവിച്ച കാര്യത്തിൽ നമ്മൾ എന്താണ് വിളിക്കുക അറിയോ? പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ. എന്താ വിളിക്കുക? പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ. പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ. അപ്പൊ എന്താണ് ആനിയോണിന്റെ പോളറൈസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? The ability of anion to undergo distortion of electron cloud is called as polarizability of anion. ഞാൻ ഒന്നുകൂടി പറയാം. പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ക്ലൗഡിൽ ഒരു ഡിസ്റ്റോർഷൻ സംഭവിപ്പിക്കാനുള്ള കാറ്റയോണിന്റെ കഴിവിനെയാണ് പോളറൈസിംഗ് പവർ എന്ന് പറയാം. പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഡിസ്റ്റോർഷൻ സ്വയം വിധേയമാവാനുള്ള ആനിയോണിന്റെ കഴിവിനെയാണ് പോളറൈസബിലിറ്റി എന്ന് പറയാം. അപ്പൊ കാറ്റയോണിന് എപ്പോഴും ഒരു പോളറൈസിംഗ് പവർ ഉണ്ടാവും, ആനിയോണിന് എപ്പോഴും ഒരു പോളറൈസബിലിറ്റി ഉണ്ടാവും. കാറ്റയോണിന്റെ പോളറൈസിംഗ് പവർ കൂടുന്തോറും ആനിയോണിന്റെ പോളറൈസബിലിറ്റി ടെൻഡൻസി കൂടുന്തോറും ഈ ഇലക്ട്രോൺ ക്ലൗഡ് കൂടുതൽ ഈ രണ്ട് ആറ്റങ്ങൾക്കും നടുവിലേക്ക് വരാൻ തുടങ്ങും. അപ്പോഴാണ് ഈ ബോണ്ട് കൂടുതൽ കോവാലന്റ് ആവുന്നത്. അപ്പൊ ഒരു അയണിക് ബോണ്ട് ശ്രദ്ധിച്ചോടാ, ഒരു അയണിക് ബോണ്ട് കോവാലന്റ് ആകുന്നത് എപ്പോഴാണ്? കാറ്റയോണിന് ഹൈ പോളറൈസിംഗ് പവറും ആനിയോണിന് ഹൈ പോളറൈസബിലിറ്റിയും ഉള്ളപ്പോഴാണ് അയണിക് ബോണ്ട് കൂടുതൽ കോവാലന്റ് ആവുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ഒരു അയണിക് ബോണ്ട്, എന്താണ് ഒരു കോവാലന്റ് ബോണ്ട്, എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇനി എന്തുകൊണ്ടാണ് ഒരു അയണിക് ബോണ്ട് 100% അയണിക് ബോണ്ട് ആയിരിക്കില്ല, അതിനൊരു പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ കിട്ടുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അവിടെ ചില പുതിയ ടേമുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡിസ്റ്റോർഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് എന്നുള്ളൊരു ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പോളറൈസിബിലിറ്റി ഓഫ് ആനിയോൺ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ടേമുകളുമായിട്ട് പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടറിന് എന്ത് ബന്ധമാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഹയർ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോണും ഹയർ പോളറൈസബിലിറ്റി ഓഫ് ആനിയോണും ഉണ്ടാവുമ്പോൾ അയണിക് ബോണ്ടിന് കൂടുതൽ പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവും. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇപ്പൊ എന്തിനാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ പറഞ്ഞത് നമ്മളൊരു റൂളിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ആ റൂളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എപ്പോഴാണ് അയണിക് ബോണ്ടിന് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു റൂളാണ്. ഓക്കെ, ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു റൂളാണത്. ആൻഡ് ദാറ്റ് റൂൾ ഇസ് കോൾഡ് ആസ് ഫെജാൻസ് റൂൾ ഓർ ഫാജൻസ് റൂൾ. ഫാജൻസ് റൂൾ. ഓക്കെ, എന്താണ് ഫാജൻസ് റൂൾ? എന്താണ് പറയുന്നത് അറിയോ? ഫാജൻസ് റൂൾ പറയുന്നത് ഒരു അയണിക് ബോണ്ട് എപ്പോഴാണ് കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ കാണിക്കുക എന്ന് പറയുന്നതാണ് ഫാജൻസ് റൂൾ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ് ഫെജാൻസ് റൂൾ, ഒരു അയണിക് ബോണ്ടിന്റെ പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടറുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഫെജാൻസ് റൂളിൽ പറയുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫെജാൻസ് റൂളിൽ പറയുന്നത് ഒരു അയണിക് ബോണ്ടിന് എപ്പോഴാണ് കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട സിറ്റുവേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫെജാൻസ് റൂളിൽ പ്രധാനമായിട്ടും 3 സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഒരു അയണിക് ബോണ്ടിന് കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ കിട്ടുന്ന 3 സിറ്റുവേഷൻസിനെ കുറിച്ചാണ് ഫെജാൻസ് റൂളിൽ പറയുന്നത്. അതിലൊന്ന് സൈസ് ഓഫ് ദി കാറ്റയോൺ മസ്റ്റ് ബി സ്മോൾ. കാരണം ചെറിയ കാറ്റയോണുകൾക്കാണ് ഹൈ പോളറൈസിംഗ് പവർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോടാ, ഹൈ പോളറൈസിംഗ് പവർ കാറ്റയോണിന്റെ ഹൈ പോളറൈസിംഗ് പവറും ഹൈ പോളറൈസബിലിറ്റി ആനയോണിന്റെ ഹൈ പോളറൈസബിലിറ്റിയുമാണ്
കാറ്റയോണിന്റെ ഹൈ പോളറൈസിംഗ് പവറും ആനിയോണിന്റെ ഹൈ പോളറൈസിബിലിറ്റിയുമാണ് എന്തിനെ സഹായിക്കുക? അയണിക് ബോണ്ടിന്റെ കോവാലന്റ് ക്യാരക്ടറിനെ സഹായിക്കാം. അത് രണ്ടും മനസ്സിൽ വെക്കണം. അപ്പോൾ ഒരു അയണിക് ബോണ്ടിന് കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ കിട്ടണമെങ്കിൽ കാറ്റയോണിന് ഹൈ പോളറൈസിംഗ് പവറും ആനിയോണിന് ഹൈ പോളറൈസിബിലിറ്റിയും വേണം എന്നുള്ളതാണ്. ശരി, ഇനി അതിന് സഹായിക്കുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഫെജൻസ് റൂളിൽ പറയുന്നത്. ഫെജൻസ് റൂളിൽ പറയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? സ്മോൾ കാറ്റയോൺ, size of cation must be small, so the polarizing power will be high. കാറ്റയോണിന്റെ പോളറൈസിംഗ് പവറിനെ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നത് കാറ്റയോണിന്റെ സൈസിനാണ് എന്നാണ് പറയുന്നത്. സോ സ്മോളർ ദി കാറ്റയോൺ, ഹയർ വിൽ ബി ദ പോളറൈസിംഗ് പവർ ആൻഡ് ഹയർ വിൽ ബി ദ കോവാലന്റ് ക്യാരക്ടർ ഓഫ് ദി അയണിക് ബോണ്ട്. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നത് ആനിയോണിന്റെ സൈസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ബിഗർ ദി ആനിയോൺ, ആനിയോൺ എത്രത്തോളം വലുതാകുന്നോ അത്രത്തോളം അതിന്റെ പോളറൈസിബിലിറ്റി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. പോളറൈസിബിലിറ്റി will be high. So bigger the size of anion, higher will be the polarizability of anion and greater will be the covalent character of the ionic bond. ഇനി മൂന്നാമത് പറയുന്നത്, രണ്ടുപേരുടെയും സൈസിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് പറയുന്നത്, if we have cations with the same size, പറഞ്ഞാൽ മനസ്സിലായിക്കോ, കൂടുതൽ ഒരേ സൈസുള്ള കാറ്റയോണുകളാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് അയണിക് കോമ്പൗണ്ടുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോടാ, നമ്മുടെ കയ്യിൽ രണ്ട് അയണിക് കോമ്പൗണ്ടുകളുണ്ട്. ഒന്ന് ലിത്തിയം ക്ലോറൈഡും രണ്ടാമത്തേത് പൊട്ടാസ്യം ക്ലോറൈഡും. രണ്ട് അയണിക് കോമ്പൗണ്ടുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിലേത് അയണിക് കോമ്പൗണ്ടിനായിരിക്കും കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവുക? ലിത്തിയം ക്ലോറൈഡിനായിരിക്കും, പൊട്ടാസ്യം ക്ലോറൈഡിനായിരിക്കും? ഉറപ്പല്ലേ? ചെറിയ കാറ്റയോൺ ഏതിലാണോ അതിനായിരിക്കും കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ലിത്തിയം പ്ലസ് അയോണും കെ പ്ലസ് അയോണും കമ്പയർ ചെയ്യുമ്പോൾ ലിത്തിയത്തിന് ഒരുപാട് താഴെയാണ് പൊട്ടാസ്യം കിടക്കുന്നത്. സോ ലിത്തിയം ആയിരിക്കും സ്മോൾ, പൊട്ടാസ്യം ആയിരിക്കും ബിഗ്. അപ്പോൾ ലിത്തിയം ക്ലോറൈഡിനാണ് ഹയർ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവുക ഈ ഒരു കേസിൽ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, അപ്പോൾ നമ്മുടെ കയ്യിൽ ലിത്തിയം ക്ലോറൈഡും ലിത്തിയം ഫ്ലൂറൈഡുമാണുള്ളതെന്ന് വിചാരിക്കും. ഈ രണ്ട് കോമ്പൗണ്ടുകളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ആർക്കാണ് കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവുക? രണ്ടിലും കാറ്റയോൺ സെയിം ആണ്. അപ്പോൾ ആനിയോണിന്റെ സൈസ് നോക്കുക. ആനിയോൺ ഏതിലാണ് ബിഗർ ആയിട്ടുള്ളത്? ഫ്ലൂറൈഡ് അയോണിനാണോ ക്ലോറൈഡ് അയോണിനാണോ ബിഗർ ആനിയോൺ ഉള്ളത്? ക്ലോറൈഡിനാണ്. സോ Cl- ആണ് F- നേക്കാൾ ബിഗർ ആയിട്ടുള്ളത്. കാരണം ഫ്ലൂറിന് താഴെയാണ് ക്ലോറിൻ കിടക്കുന്നത് 17ാമത്തെ ഗ്രൂപ്പിൽ. ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ബിഗർ ആനിയോൺ ഉള്ളത് ലിത്തിയം ക്ലോറൈഡിലാണ്. സോ ലിത്തിയം ക്ലോറൈഡിനായിരിക്കും എന്ത് കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ. അപ്പോൾ ഈ രണ്ട് ഫാക്ടറുകൾ നമ്മൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. ഇനി സപ്പോസ് നമ്മുടെ കയ്യിൽ രണ്ട് കോമ്പൗണ്ടുകളുണ്ട്. ഈ രണ്ട് കോമ്പൗണ്ടുകളിലെയും കാറ്റയോണിന്റെ സൈസ് സെയിം ആണെന്ന് വിചാരിക്കും. പക്ഷേ രണ്ട് കാറ്റയോൺ ആണ്. രണ്ട് അയണിക് കോമ്പൗണ്ടുകൾ, രണ്ടിലുമുള്ളത് രണ്ട് ഡിഫറെൻറ്റ് കാറ്റയോൺസ് ആണ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി രണ്ട് കാറ്റയോണിൻ്റെയും സൈസ് സെയിം ആണ്. അപ്പോൾ അത്തരം കേസുകളിൽ ഏത് കാറ്റയോണിനാണ് കൂടുതൽ പോളറൈസിംഗ് പവർ എന്നുകൂടി ഫെജൻസ് റൂളിൽ പറയുന്നുണ്ട്. ഫെജൻസ് റൂളിൽ പറയുന്നത് ശ്രദ്ധിച്ചോട്ടോ, if two cations have the same size, then ആ കാറ്റയോൺസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയിട്ട് ഒരു കാറ്റയോണിന് NS2 NP6 N-1 D10 ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ എന്നുണ്ടെങ്കിൽ ഈ കോൺഫിഗറേഷൻ ആരുടെ കോൺഫിഗറേഷൻ ആണ്? അതൊരു ഡി ബ്ലോക്ക് എലമെന്റിന്റെ, ഒരു ട്രാൻസിഷൻ മെറ്റലിന്റെ കോൺഫിഗറേഷൻ ആണ്. രണ്ടാമത്തെ എലമെന്റിന് ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുക, NS2 NP6. ഇത് ആരുടെ കോൺഫിഗറേഷനാണ്? ഇതൊരു നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷനാണ്. അപ്പോൾ നമ്മൾ ആ രണ്ട് കാറ്റയോൺസിന്, ഒരേ സൈസുള്ള രണ്ട് കാറ്റയോൺസ് വന്നു കഴിഞ്ഞാൽ ആ രണ്ട് കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിലൊരു കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണെങ്കിൽ നോബൽ ഗ്യാസ് കോൺഫിഗറേഷനും രണ്ടാമത്തെ കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണെങ്കിൽ, അതായത് ഒരു ട്രാൻസിഷൻ മെറ്റലിന്റെ കോൺഫിഗറേഷനുമാണെങ്കിൽ ഇതിൽ ഏതിനാണ് പോളറൈസിംഗ് പവർ കൂടുതൽ ഉണ്ടാവുക എന്നറിയോ? ട്രാൻസിഷൻ മെറ്റലിന്റെ കോൺഫിഗറേഷൻ കാണിക്കുന്ന ഇവനാണ് പോളറൈസിംഗ് പവർ കൂടുതൽ ഉണ്ടാവുക. അതാണ് ഫെജൻസ് റൂളിലെ മൂന്നാമത്തെ പോയിന്റ്. ഇഫ് ദർ ആർ ടു കാറ്റയോൺസ് ഹാവിംഗ് ദ സെയിം സൈസ്, then the cation with transition metal configuration has higher polarizing power than the metal with noble gas configuration, than the cation with noble gas configuration. noble gas configuration ഉള്ള കാറ്റയോണിനേക്കാൾ കൂടുതൽ പോളറൈസിംഗ് പവർ ട്രാൻസിഷൻ മെറ്റലിന്റെ കോൺഫിഗറേഷൻ ഉള്ള
കാറ്റയോണിനായിരിക്കും ഉണ്ടായിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഏറ്റവും അവസാനം പറയുന്നത് നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഫേജൻസ് റൂളിൽ പറയുന്നത് കാറ്റയോണിന്റെയും ആനയോണിന്റെയും ചാർജ് കൂടുതലാകും തോറും അവരുടെ പോളറൈസിംഗ് പവറും പോളറൈസബിലിറ്റിയും കോവാലന്റ് ക്യാരക്ടറും ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഗ്രേറ്റർ ചാർജ്, നാലാമത്തെ പോയിന്റിൽ പറയുന്നത് ഗ്രേറ്റർ ചാർജ് on cation and anion will increase the polarizing power of cation as well as the polarizability of anion, therefore the bond will be more covalent. അപ്പോൾ ഈ 4 കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന അയണിക് ബോണ്ടുകൾക്ക് ഹൈ കോവാലന്റ് ക്യാരക്ടർ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് ഫേജൻസ് റൂൾ. ഓക്കെ, എന്താണ് ഫേജൻസ് റൂളിൽ പറഞ്ഞത്? ഒരു അയണിക് ബോണ്ടിന്റെ കോവാലന്റ് ക്യാരക്ടർ എപ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഫേജൻസ് റൂൾ. അതിന് ഫേവറബിൾ ആയ 4 കണ്ടീഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്.